ചൊല്ലിടും പുരാണങ്ങളുള്ളവയെല്ലാറ്റിലും നല്ലതു ഭാഗവതം എന്നല്ലോ ചൊല്ലിക്കേൾപ്പൂ. പത്മാദി പുരാണങ്ങളൊക്കെയും നന്ന്, എങ്കിലും ആത്മതത്വത്തെ ഇറങ്ങിയിടുവാനിതേ നല്ലു. ഓരോരോ ശാസ്ത്രങ്ങളിൽ മോക്ഷമാർഗങ്ങൾ ചെന്നതോരോന്നേ നിരൂപിച്ചാൽ എഴുതൽ ഇത്രയൊന്നും. ഓരോരോ ജനങ്ങൾക്ക് മുക്തിമാർഗതത്വങ്ങൾ ഓരോരോ വിധമത്രേ കേവല സ്വഭാവങ്ങൾ എന്നതിൽ എല്ലാ വർണ്ണത്തിങ്കലും എല്ലാവർക്കും നന്നായി സാധിക്കാവുന്ന എളുപ്പമുള്ളൊന്നല്ലോ. എത്രയും എളുതായി മുക്തിയെ ലഭിക്കുന്ന ഭക്തിമാർഗത്തെ പ്രതിപാദിപ്പാൻ വേദവ്യാസൻ ഉത്തമ ശ്ലോകചരിത്രങ്ങളും നാമങ്ങളും ഉത്തമ ധ്യാനങ്ങളും മിശ്രമായി വിശുദ്ധമായി ചമച്ചു. ഭാഗവതം അതിങ്കൽ നിരന്തരം രമിപ്പാനായിട്ടത്രേ മറ്റുള്ള കഥയെല്ലാം. അവിടെ ആദിശ്ലോകം മംഗളാചരണമായി കവിനായകൻ പ്രയോഗിച്ചു. വേദവ്യാസൻ സർവജ്ഞനായി സർവജഗത്കാരണനായി സർവബോധങ്ങൾക്കെല്ലാം ജ്ഞാനത സ്വരൂപനായി പരമാനന്ദമായ പരമാത്മാവ് തന്നെ ധ്യാനിക്കായി വരണമേ. വസ്തുനിർദ്ദേശം രണ്ടാം പദ്യത്തെ കൊണ്ടുചൊല്ലി സത്യമായി പുരുഷാർത്ഥമായിരിക്കുന്ന പരമാത്മതത്വം അതിൻ പ്രാപ്തി സാധനവുമായി മേധ്യമായിരിക്കും ധർമ്മവും അതിങ്കല് കേൾക്ക മാത്രമേ വേണ്ടൂ. കേൾക്ക മാത്രമേ വേണ്ടൂ, ഭക്തി ഉണ്ടാവാൻ പിന്നെ മോക്ഷവും വരും എന്ന് വേറെ ഞാൻ ചൊല്ലണമോ? സുഖമേ സേവിച്ചിടും പ്രാമാണ്യവശം താനും നിഗമമെന്ന് മൂന്നാം പദ്യത്തെ കൊണ്ടുചൊല്ലി വേദമായി ഇടുന്നോരു കൽപ്പക വൃക്ഷത്തിന്റെ മോദമാർന്നിടും ഫലം ആദരപൂർവം ഭക്ത്യാ വീണത് സുഖമുഖത്തിങ്കൽ നിന്നുടമ്പുവീ. ആനന്ദം പരമാരവയോ ശബ്ദ്രവത്തോടും അങ്ങനെയുള്ള മഹാഭാഗവതാഗ്രസം മംഗളം വന്ന് പരം തങ്കലേലയിപ്പോളം ആവോളം പാനം ചെയ്തു കൊള്ളുക രസികന്മാരായുള്ള ഭാഗവത മുഖ്യന്മാർ. നിരന്തരം